ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും എപ്പോഴും ചോദിക്കും, എടാ നീ ഡൽഹിയിലല്ലേ, അവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നത്, ഡൽഹിയിൽ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡൽഹിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് കഴിച്ചിരിക്കേണ്ട കുറച്ച് ഫുഡുകളെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടോളൂ. നമ്മൾ മലയാളികളെക്കാൾ നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ മെയിൻ ഫുഡിനേക്കാൾ കഴിക്കുന്നത് സാലഡ് ഐറ്റംസ് ആണ്. നമ്മുടെ കീര, അതായത് കുക്കുംബർ, അതുപോലെ സവോള, ഇതെല്ലാം പച്ചയ്ക്ക് അരിഞ്ഞ് മെയിൻ ഫുഡിനേക്കാളും കൂടുതൽ തിന്നുക എന്നുള്ളതാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ തൈരിൽ സാലഡ് ഉണ്ടാക്കിയാണ് കഴിക്കാറ്, പക്ഷേ ഇവിടെ എല്ലാം തന്നെ സെപ്പറേറ്റ് ആണ് കഴിക്കുന്നത്. അതിലൂടെ തന്നെ നമ്മൾ തൈരും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസിന് മെയിനായിട്ട് വേണ്ടതാണ് ഒരു പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയും. ഏത് കറിയുടെ കൂടെയും അവർ നാരങ്ങ പിഴിഞ്ഞായിരിക്കും കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് പച്ചമുളക് ഏത് ഫുഡിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ കടിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളവരും. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങൾ സവോളയും തക്കാളിയും. ഈ ഐറ്റംസ് എല്ലാമാണ് അവർ സാലഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്ത് ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നതും ഇതൊക്കെ ഉപകാരം ചെയ്യുന്നത് കൊണ്ടാവാം. ഇനി നമുക്ക് മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കാം. ഇതാണ് പാനിപ്പൂരി അല്ലെങ്കിൽ ഗോൾഗോപ്പെ. മെയിനായിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് തിന്നാൻ അല്പം അറിഞ്ഞിരിക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ അകത്ത് 1-2 സൈസ് വെള്ളം ചേർത്തിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാനിപ്പൂരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ഫുഡ് തിന്നുന്ന പോലെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ മോന്തയ്ക്കെല്ലാം ഇരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തുറന്നു വേണം കഴിക്കാൻ വേണ്ടി. അടുത്തതായിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ് ന്യൂഡിൽസ്. നമ്മൾ ന്യൂഡിൽസ് നാട്ടിലത്തെ ന്യൂഡിൽസ് അല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ നല്ല നീളവും അത്യാവശ്യം വലുപ്പമുള്ള ന്യൂഡിൽസ് ആണ്. നമ്മൾ ഇവിടെ ഇതിന് പറയുന്നത് ചൗമീൻ എന്നാണ്. ചിക്കൻ ചൗമീനും വെജിറ്റബിൾ ചൗമീനും എല്ലാം തന്നെ നമുക്കിവിടെ ലഭ്യമാണ്. ഇനി നമ്മളെല്ലാവരും വിചാരിക്കും ഹിന്ദിക്കാർക്ക് എന്താ വയറ് ചാടാത്ത, നമ്മൾ മലയാളീസിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ വയറ് ചാടുന്നുള്ളല്ലോ, കുടവയറുള്ളല്ലോ എന്ന്. എന്നാൽ നമ്മൾ കണ്ടമാനം ചോറ് വാരി തിന്നുമ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് പ്രധാനമായിട്ടും കഴിക്കുന്നത് റൊട്ടി ഐറ്റംസ് ആണ്. നമുക്ക് ഡൽഹിയിൽ പല വെറൈറ്റി റൊട്ടികൾ കിട്ടും. തവ റൊട്ടി, തന്തൂരി റൊട്ടി, ബട്ടർ നാൻ, അങ്ങനെ വേണ്ട പലതരം റൊട്ടികൾ നമുക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ കറിയോ നോൺ വെജ് കറിയോ എന്ത് വേണേലും നമുക്ക് കൂട്ടിയടിക്കാം. നമ്മൾ എണ്ണയിൽ മുക്കി ചപ്പാത്തി ഉണ്ടാക്കി പൊരിച്ചെടുക്കുമ്പോൾ ഇവിടെ ചുട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊളസ്ട്രോളും കാര്യങ്ങളും കുറവായിരിക്കും. അവരുടെ ഹെൽത്ത് നല്ലതായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി നമുക്ക് കൂടുതൽ കാണേണ്ടത് ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡുകളാണ്. അതായത് തന്തൂരി ഐറ്റംസ് അല്ലെങ്കിൽ തന്തൂരി ടിക്ക ഐറ്റംസ്. പല തരത്തിലുള്ള ടിക്ക നമുക്ക് ഇവിടെ കിട്ടും. കബാബുകൾ കിട്ടും. ചിക്കൻ കബാബ്, ഫിഷ് കബാബ്, ചിക്കൻ ടിക്ക, മഷ്റൂം ടിക്ക, മലായി ചാപ്പ് എന്നിങ്ങനെ വേണ്ട പല തരത്തിലുള്ള തന്തൂരി പ്രൊഡക്റ്റുകൾ, തന്തൂരി ഫുഡുകൾ നമുക്ക് ലഭ്യമാണ്. നേരത്തെ തന്നെ ഇവർ മസാലയെല്ലാം ചേർത്ത് വെക്കും, കാരണം എല്ലാം പിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മസാലയെല്ലാം ചേർത്ത് വെച്ച് അവർ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അത് ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളാണെങ്കിൽ ആർത്തി മൂത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മസാല തേച്ച് 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് ചുട്ട് കഴിച്ചു തിന്നും. കമ്പിയിൽ കുത്തി കയറ്റിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിളാണല്ലോ, ചുമ്മാതെ മുളക് പൊടി മസാല ഇട്ട് ചേർത്ത് ഇളക്കി ഇതിൻ്റെ അകത്ത് ചേർത്ത് വെച്ചാലും മതിയല്ലോ. എന്നാൽ ഇതിനെ മസാല ഉണ്ടാക്കാൻ നല്ല പ്രയാസമാണ് കേട്ടോ. അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ റെസിപ്പികൾ ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പനീറും മീനും ചിക്കനും മഷ്റൂമും എല്ലാം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി അവർ ആ കമ്പിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കമ്പിയിൽ കുത്തി വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അവർ ഗ്രില്ല് ചെയ്തെടുക്കും. കാരണം ഇത്തിരി നേരം വൈകിപ്പോയാലും അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നാലും സാധനങ്ങളൊന്നും കേടായി പോവരുത്. അതിനാണ് അവർ ചെറുതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്, കുക്ക് ചെയ്ത് വെക്കുന്നത്.
നമ്മൾ ഈ കാണുന്നതാണ് മലായി ചാപ്പ്, അതായത് സോയാബീൻ്റെ സോയാ ചങ്ക്സ് ആണിത്. സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് മലായി ചാപ്പ്. ഇത് മലായി എന്ന ക്രീമിൽ നമ്മൾ മുക്കിയെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും എന്ത് കളർഫുള്ളാണ്, എന്ത് ഭംഗിയാണ്, എന്താണ് ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഇത്രയും റെഡ് കളറും വൈറ്റ് കളറും ഒക്കെ വരാൻ വേണ്ടി നമ്മുടെ മസാലയുടെ കളറൊന്നുമല്ല കേട്ടോ, ഫുഡ് കളർ ഇവർ നന്നായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ചുമന്നും വെളുത്തുമെല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമെങ്കിൽ കഴിച്ചു തന്നെ നോക്കണം. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ മസാലയിൽ ചേർത്ത് കറിയും വറുത്തെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കുന്നതും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇമാതിരി ഗ്രിൽഡായിട്ട് നമ്മൾ ചുട്ടെടുത്ത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഈ കാണുന്നത് ഓരോന്നിനും ഓരോ ചട്നിയാണ്. കാരണം ഓരോ ടിക്ക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ കബാബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അത് മസാല ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഓരോ സോസസ് അല്ലെങ്കിൽ ഓരോ ചട്നികളാണ്. ഇതിൽ ഇളക്കിയായിരിക്കും നമ്മൾ ഫൈനൽ മിക്സ് ചെയ്ത് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആ തന്തൂരിയുടെ അല്ലെങ്കിൽ ആ ടിക്കയുടെ ടേസ്റ്റ് ലഭിക്കുകയില്ല. ഇതുകൊണ്ടൊന്നും നമ്മുടെ ഡൽഹിയിലെ ഫുഡ് തീരുന്നില്ല കേട്ടോ. ഇതാണ് ചില്ലി പൊട്ടറ്റോ, അതുപോലെ തന്നെ വെജിറ്റബിൾ റോള്, വെജിറ്റബിൾ മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ, മിക്സ് വെജ്. നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ മസാല ഇട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് വെജിറ്റബിളിന്റെ മിക്സ് വെജ്. പിന്നെ അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണ് പനീർ. പനീറിന് പല തരത്തിലുള്ള വെറൈറ്റി പനീർ കറികളുണ്ട്. അതൊക്കെ കൂടാതെ ബട്ടർ ചിക്കന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ ഈ ഫുഡെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ.